ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് മറ്റെവിടെയുമല്ല, നീലേശ്വരം നർത്തകി കോസ്റ്റ്യൂംസ്, നമ്മളെ സ്വന്തം ദേവനാർട്സിലാണ് കേട്ടോ. എനിക്കൊരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ കോസ്റ്റ്യൂംസ് എടുക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ പറയാനുണ്ട്. നമുക്കിപ്പോൾ ആദ്യം അതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ പോയി കാണാം കേട്ടോ. എന്നിട്ട് ഓരോന്നായിട്ട് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, വാ. ദേവനാർട്സ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു വലിയൊരു വികാരം തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്ന്, അല്ലേ? പറയാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. തള്ളു പറയുന്നതല്ല, എൻ്റെ ലൈഫിൽ ഒരു 2 or 3 ക്ലാസ്സൊക്കെ തൊട്ട് കോസ്റ്റ്യൂംസ് എടുക്കാൻ ഞാൻ കയറി ഇറങ്ങുന്ന ഒരു വികാരമാണ് നമ്മുടെ ദേവനാർട്സ് നീലേശ്വരം. ഇപ്പോൾ 18 വർഷത്തോളം എനിക്ക് ബന്ധമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ബാബുവേട്ടനാണ് ഇപ്പോൾ ഇത് കൊണ്ടു നടക്കുന്നത്. നിങ്ങൾക്ക് ഡാൻസുമായി ബന്ധപ്പെട്ട എന്ത് ഡ്രസ്സ്, പ്രോപ്പർട്ടീസ്, കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ദേവനാർട്സുമായിട്ട് ബന്ധപ്പെടാം. അത് പറയാൻ കാരണം നല്ല ഒത്തിരി സ്റ്റാഫ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര റിസ്ക് എടുത്തിട്ടായാലും ആ സാധനം നിങ്ങൾക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നല്ല സഹകരണമാണ് അവരെല്ലാവരും തന്നെ. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് കാര്യങ്ങളാണ് ദേവനാർട്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റുന്നില്ല എങ്കിൽ കുഴപ്പമില്ല, ഓൺലൈൻ കൊറിയർ സർവീസ്, അതുപോലെ ബാംഗ്ലൂർ ഭാഗത്തേക്കൊക്കെ നമ്മുടെ ദേവനാർട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ അംഗൻവാടി പ്രോഗ്രാമാണുള്ളത്, സോ അവർക്കാണ് കോസ്റ്റ്യൂം വേണ്ടത്. കുഞ്ഞുമക്കളുടെ ആയതുകൊണ്ട് തന്നെ സീസണും കൂടി ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ തപ്പി പിടിച്ചെടുക്കാൻ ഒരു 3 hours വേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. ഒരുപാട് പ്രൊഡക്ട്സൊക്കെ ഓർഡർ ചെയ്ത ആൾക്കാർ ബുക്ക്ഡ് ആയിരുന്നു. ഒരുപാട് ഡ്രസ്സ് കൊണ്ടുപോയി, അതുപോലെ വരാനുണ്ടായിരുന്നു ഡ്രസ്സെല്ലാം. നല്ല തിരക്കായിരുന്നു. നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ലോണമല്ല, ഇതൊന്നല്ല സീസണ്. ശരിക്കും ഒരു ആഫ്റ്റർനൂൺ ആണെങ്കിൽ നല്ല തിരക്കുണ്ടാവും. ഇപ്പോൾ രാവിലെ തന്നെ വന്നുകൊണ്ട് അത്ര തിരക്ക് അറിഞ്ഞിട്ടില്ലെങ്കിലും തിരക്കുണ്ടായിരുന്നു. ഇവിടെ എപ്പോഴും നല്ലൊരു തിരക്കാണ്, കാരണം എല്ലാ സാധനം നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ടുകൂടിയാണ് ദൂരത്ത് നിന്ന് പോലും ആൾക്കാർ ബാബുവേട്ടനെ സമീപിക്കുന്നത്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് തന്നെ നോക്കാം. അതിനിടയിൽ ഇടയ്ക്ക് നമുക്ക് കഥ പറയാം, അല്ലെങ്കിൽ ഫുള്ള് പിന്നെ നിങ്ങൾക്ക് ബോറടിയാവും കഥ കേട്ടിട്ട്. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ വന്നത്, എൻ്റെ കസിൻ കൂടിയുണ്ട്, ഗോപിക. ഓളാണ് എൻ്റെ പല വീഡിയോസും കൂടി ഷൂട്ട് ചെയ്യുന്നത്. ഇത്ര വരെയുള്ള എൻ്റെ എല്ലാ ഉയർച്ചയ്ക്കും എന്ത് പറയേണ്ടത്, ഒരു പോസിറ്റീവ് സപ്പോർട്ടായിരുന്നു ആൾ. ശരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നവരെക്കാൾ കൂടുതൽ നമ്മളെ പ്രതീക്ഷിക്കാത്തവരായിരിക്കും നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുക എന്ന് കരുതി ഗോപികനെ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എന്നല്ല അർത്ഥം. ഞാൻ പൊതുവേ ഉള്ള ഒരു ധാരണ പറഞ്ഞതാണ്. അങ്ങനെയാണ് പൊതുവേ, അല്ലേ? നമ്മൾ പ്രതീക്ഷിക്കുന്നവരെയല്ല നമുക്ക് കിട്ടാം എപ്പോഴും, അല്ലേ ഫ്രണ്ട്സ്? അധികം പറഞ്ഞാൽ ഓളങ്ങ് പൊങ്ങിപ്പോവും. സോ തള്ളി ഇവിടെ വെച്ച് നിർത്താം. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഡ്രസ്സ് തപ്പി പിടിച്ചിട്ട് നമ്മൾ ടയേർഡായിട്ടോ ഒരുവിധം എന്ന് പറയണ്ടേ. പിന്നെ സ്റ്റാഫിൻ്റെ കാര്യം പറയേ വേണ്ട, അവർ സമ്മതിക്കണം കേട്ടോ. ഞാൻ ആദ്യം ഇതിൻ്റെ ഈ പിങ്കും ബ്ലാക്കും സ്കേർട്ടും ടോപ്പും മോഡലാണ് എടുക്കാൻ നിന്നത്. അപ്പോൾ കുറേ അതിൻ്റെ ഞാൻ പറഞ്ഞു ഇത് ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരു സെറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു സെറ്റ് ഇല്ല. പിന്നെ ഈ കാണുന്ന ഒരു ബ്രൗണും നമ്മുടെ ഒരു ചന്ദന കളർ സാൻഡൽ ആ ഒരു കളറും നല്ല ഉണ്ടായിരുന്നു, ഇതും നല്ലതായിരുന്നു. അപ്പം ഫ്രോക്ക് മോഡൽ വേണ്ടാന്ന് വിചാരിച്ചു. നമ്മളെ ഒരു സിനിമാറ്റിക് പറയുന്ന ഇപ്പോഴത്തെ ന്യൂ ട്രെൻഡാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിട്ട് നല്ല ആ ഒരു സ്കേർട്ടും ടോപ്പും ഇട്ടിട്ട് നന്നായിട്ട് ആ ഒരു മോഡലാണ് ഞാൻ മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സ്കേർട്ടും ടോപ്പാണ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗേൾസിന്. എന്ത് ചെയ്യാനാണ് ഗേൾസ്. അപ്പോഴത്തേക്ക് ഇതാ കുറച്ചെണ്ണം കിട്ടിയിരുന്നു, 3-4 ഇതാ കിട്ടിയിട്ടുണ്ട് ഒന്നിനപ്പോൾ. ഇനിയിപ്പോൾ നമുക്ക് 7 കുട്ടികളാണ് ഗേൾസിലുള്ളത്. അപ്പോൾ 7 കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ഇതിലില്ല. അപ്പോൾ നമുക്ക് ഇതിനെന്ത് ചെയ്യണം? അപ്പോൾ വേറെയും അവർ പറഞ്ഞു മിക്സ് എടുക്കുന്നോ എന്ന് ചോദിച്ചു. പക്ഷേ എനിക്ക് പെയർ ഡാൻസിന് ആയതുകൊണ്ട് മിക്സ്ഡ് വൃത്തി ഉണ്ടാവില്ല. ചെറിയ കുട്ടികൾക്കൊക്കെ സെയിം ഡ്രസ്സ് ഒരേ കളർ കോംബോ ആണെങ്കിൽ നല്ല ഭംഗി കിട്ടും. പിന്നെ പണ്ടെടുക്കുന്ന പോലെ നമുക്ക് ഇപ്പോൾ ഒരു ട്രെൻഡിൽ ഓടുന്നതുകൊണ്ട് ശരിക്കും സെയിം കളറാണ് എല്ലാവർക്കും കാണാൻ നൈസ്. പെയർ എല്ലാം അങ്ങനെ ഒരുപാട് ഷെയ്ഡ് എനിക്ക് വലിയ ഇഷ്ടമില്ല. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുവാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരുപാട് തിരക്കിൽ ആൾക്കാർ ഇങ്ങനെ ഡ്രസ്സ് വന്ന് ഇങ്ങനെ എന്താ പറയുക കൊണ്ടിട്ടിട്ട് ഇതിൽ നിന്ന് നമുക്ക് സെർച്ച് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്. ബാബുവേട്ടൻ എപ്പോഴും പറയും വന്നാൽ. അപ്പോൾ ഒരുപാട് ഇങ്ങനെ ഡ്രസ്സസ് വന്നിട്ട് ഒരുപാടുണ്ട്, പുതിയ കളക്ഷൻസ് ആയാലും എല്ലാം നല്ല നൈസാണ് കേട്ടോ. അവർ ഇപ്പോൾ കൂടുതലും പുതിയ ഒരുപാട് വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ ട്രെൻഡിലെ ആൾക്കാർ അവരെന്നെ സ്റ്റിച്ച് ചെയ്യിച്ചിട്ട് ഇങ്ങോട്ട് എത്തിക്കുന്നതാണ് സാധനങ്ങൾ. കുറേയൊക്കെ ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ സാധനങ്ങൾ കൊണ്ടിങ്ങനെ ഒന്നരപ്പാട് എടുത്തിട്ടിട്ട് ആൾക്കാർക്ക് ഇതന്നെ ഒന്ന് എല്ലാം സെറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഇതിൽ നിന്ന് വേണം നമുക്ക് ഇങ്ങനെ സെർച്ച് ചെയ്തെടുക്കാൻ. ശരിക്കും നല്ല റിസ്ക്കാണ്. അവിടെ വന്നാലേ അതിൻ്റെ ഒരു
നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവുള്ളൂ. ഇവിടെ സ്റ്റെപ്പിലൊക്കെ കാണുന്നത് നേരത്തെ പ്രീ ബുക്ക് ചെയ്തിട്ട് വെച്ച സാധനങ്ങളാണ്. ആൾക്കാർക്ക് ഒരുപാട് കൊറിയർ സർവീസിൽ കൊണ്ടു ഇടാനുള്ളതും ഉണ്ട് ഇതിൽ പറഞ്ഞു. അതുപോലെ തന്നെ ആൾക്കാർ നേരത്തെ വന്നിട്ട് ഒരുപാട് ഡാൻസൊക്കെ ഒരുപാട് ഒന്നിച്ച് ചെയ്യുമ്പോഴേ നമ്മൾ ഒരു 2 വീക്സൊക്കെ വന്ന് ആൾക്കാർ പ്രീ ബുക്ക് ചെയ്തിട്ട് വെച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ബില്ലൊക്കെ ചെയ്ത് നേരത്തെ വെച്ചിട്ട് അവർക്ക് ആ സമയമാകുമ്പോൾ വന്നിട്ട് എടുക്കാമല്ലോ. അപ്പോൾ അത് വലിയ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരിക. കാരണം നമുക്ക് തലേനാളൊക്കെ പോയിട്ട് ഡാൻസിന് ഡ്രസ്സ് വേണമെന്ന് പറയുമ്പോൾ ശരിക്കും കിട്ടില്ല. നേരത്തെ പോയിട്ടൊക്കെ ഒരുപാട് ഡാൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങളിനി പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഒരാഴ്ച 2 ആഴ്ചയൊക്കെ മുന്നേ പോയിട്ട് തന്നെ നിങ്ങളെ പ്രീ ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. എന്നാൽ മാത്രം നിങ്ങൾക്ക് കറക്റ്റ് സാധനം നിങ്ങൾക്ക് അന്വേഷിച്ച് കിട്ടും അവിടെ നിന്ന്. കാരണം അത്രയും തിരക്കിൽ തലേനാളൊക്കെ പോയിട്ട് ഒരുപാട് ഡ്രസ്സൊക്കെ സെർച്ച് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പം നമുക്ക് ഈ ഒരു ഡാൻസിന് തന്നെ ഞാൻ 3 ഹവേഴ്സാണ് എടുത്തത്, 12 കുട്ടികളുടെ ഡ്രസ്സിന്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, 3 ഹവേഴ്സ് കൊണ്ടാണ് എനിക്ക് ആ സെറ്റൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പം അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ഡാൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ വന്ന് പ്രീ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി ഒരുപാട് നേരത്തെ തിരച്ചിലിന് ശേഷം ഗൈസ് നമുക്ക് നമ്മുടെ ബോയ്സിൻ്റെ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. യെല്ലോ പാൻറ്റും ബ്ലാക്ക് ഒരു യെല്ലോ പാൻറ്റ്സ് 5 വേണ്ടത്. 7 ഗേൾസും 5 ബോയ്സും ആണ് ഉള്ളത് നമുക്ക്. അപ്പോൾ 5 പാൻറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിന് 5 ബ്ലാക്ക് നോക്കാനാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഗൈസ്, അപ്പോൾ എനിക്ക് ലാസ്റ്റ് നമ്മുടെ ഈ ഒരു ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ആ ഒരു യെല്ലോ പാൻറ്റിന് ഈ ഒരു ബ്ലാക്ക് സീക്വൻസ് നല്ല ഉണ്ടാവും. പക്ഷേ അതിനും നമുക്ക് എല്ലാ സൈസിനും, അതായത് എല്ലാം കറക്റ്റ് 5 ഇല്ല. അതും നമ്മളിവിടെ പണിപാളിപ്പോയി. ഇവിടെ നമ്മുടെ ചേച്ചിമാരെല്ലാം, സ്റ്റാഫ് ചേച്ചിമാരെല്ലാം അവർക്ക് കിട്ടി. അവർക്കിപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഓരോരോ സ്റ്റാഫ് നമുക്ക് ഓരോരുത്തർ വന്നവർ ഒരാളാക്കി തരും. അപ്പോൾ അവരാണ് നമ്മുടെ മൊത്തം ചെയ്തിരുന്നത്. അപ്പോൾ അഥവാ അങ്ങനെ അവർക്ക് അത്യാവശ്യം ചായ കുടിക്കാൻ അങ്ങനെ പോകണമെങ്കിൽ വേറൊരു സ്റ്റാഫ് നമ്മളിലേക്ക് നമുക്ക് ചെയ്തു തരും. അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു സ്റ്റാഫിന് വെച്ച് തരും. അപ്പോൾ ഇപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ടായ ആൾക്കാരുടെ ഓർഡറാണ് അവർ പാക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. നമ്മൾ അറിയുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ചേച്ചിമാരെല്ലാം നമ്മളോട് നല്ല കമ്പനിയാണ്. നമ്മൾ അവിടെ പോയാൽ അവരോട് സംസാരിക്കും, അതിൻ്റെ ഇടയിൽ കുശലം പറയലും എല്ലാം കൊണ്ട് ടൈം പോകുന്നത് അറിയുകയേ ചെയ്യില്ല. ഇപ്പോൾ അവർ ചെയ്യുന്നത്, ഇപ്പോൾ വന്നിട്ടുള്ള വൈറ്റ് ഫ്രോക്ക് കണ്ട ഇതിപ്പോൾ വന്നിട്ടുള്ളതാണ്. ഓപ്പൺ ചെയ്ത് ആരും യൂസ് ചെയ്യാത്ത സാധനം വന്നതേ ഉള്ളൂ. അവരതൊക്കെ ഒന്ന് തുറന്ന് സെറ്റാക്കുന്നതാണ് കാണുന്നത്. അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ വൈറ്റ് ഫ്രോക്ക്. ആർക്കെങ്കിലും ഇനി LP സെക്ഷൻ ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ. ഈ വൈറ്റ് ഫ്രോക്ക് സൂപ്പറാണ്. വരുന്നുണ്ടെങ്കിൽ നോക്കുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് നമ്മുടെ കുറച്ച് പ്രോപ്പർട്ടീസിൻ്റെ ഭാഗത്തേക്ക് പോകാം.
അവരവിടെ ഏച്ചി പാക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവരത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരത് ചെയ്യുമെന്ന് പറഞ്ഞു. അതിനിടയിൽ നമുക്കൊന്ന് ഇവിടെ ജസ്റ്റ് പ്രോപ്പർട്ടീസിൻ്റെ സെക്ഷനിലേക്ക് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് എന്താ പറയുക, നമ്മുടെ നാടോടിനൃത്തത്തിനും ഗ്രൂപ്പ് ഡാൻസിന് എന്താ പറയുക, എല്ലാം, ഏത് നമ്മളെ സിനിമാറ്റിക് എല്ലാത്തിനും, നാടകം, അങ്ങനെ എല്ലാ ഒരു അത്യാവശ്യം വലിയ വലിയ സാധനങ്ങളെല്ലാം കൊണ്ടുവച്ചിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എല്ലാം കാണിക്കാൻ പറ്റില്ല, എനിക്ക് എല്ലാം നോക്കാൻ പറ്റില്ല. ജസ്റ്റ് 1-2 ഞാൻ കയ്യിലെടുത്ത് കാണിച്ചു തരാം. അപ്പം നമുക്ക് അവസാനം ബ്ലാക്ക് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കിട്ടിയിട്ടുണ്ട്. ബോയ്സിൻ്റെ ഒരു ജുബ്ബ ടൈപ്പ് ഫുൾ കൈ വരുന്ന ഒരു ബാക്കിലൊരു ബട്ടൺ വരുന്ന ടൈപ്പ് ഒരു ഡ്രസ്സാണ് കിട്ടിയത്. നല്ല മാച്ചാണ്, യെല്ലോ ബ്ലാക്ക് ഷെയ്ഡ്, നല്ല കളർ കോംബോ ആണ്. നമുക്ക് സ്റ്റേജിൽ നൈറ്റ് പ്രോഗ്രാമിന് നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഫസ്റ്റ് ഞാൻ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും ഇത്തിരി തിരക്കും കാര്യം കണ്ടപ്പോൾ എനിക്ക് ഒന്നും നടക്കൂലെന്ന് തോന്നിയിരുന്നു. അങ്ങനെയല്ല, നമ്മൾ പ്രതീക്ഷിച്ചത് കിട്ടൂലേ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മനസ്സിന് തൃപ്തിയായിരുന്നു. എനിക്കിഷ്ടപ്പെട്ട് തന്നെ എനിക്ക് കിട്ടി. ഇനി മുകളിലേക്കാണ് കയറേണ്ടത്. നമ്മൾ നേരത്തെ കണ്ട പ്രോപ്പർട്ടീസിൻ്റെ സ്ഥലത്തേക്ക് ആദ്യം പോകാനുണ്ട്. ഇനി നമുക്ക് ഞാൻ സിനിമാറ്റിക്കിന് പ്രോപ്പർട്ടീസ് കയ്യിലെടുക്കുന്നുണ്ട്. നമ്മൾ ആ മറ്റേ എന്താ പറയുക, അങ്ങനെ ചെയ്തില്ലേ, ഗ്ലിറ്ററിങ് ടാൻ നമ്മൾ കയ്യിലിട്ട് കുലിക്കുന്ന സാധനമില്ലേ, അതുപോലത്തെ ആ 2 വടി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് 12 പീസസ് വേണം എന്നാണ് ഉള്ളത്. 12 പീസസ് ഉണ്ടാവുമോ എന്നുള്ളതാണ്. ഒരുപാട് കളേഴ്സാണ് ഉള്ളത്, മിക്സ്ഡ് ആണുള്ളത്. പക്ഷേ മിക്സ്ഡ് വേണ്ട, ഒന്നുകിൽ ഗോൾഡൻ ആൻഡ് സിൽവർ എടുക്കാനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 6 ഗോൾഡ് ആൻഡ് 6 സിൽവേഴ്സ് എടുത്തിട്ടുണ്ട്, 12 പെയേഴ്സ്. ഇനി നമുക്ക് ആക്സസറീസ് ആണ് വേണ്ടത്. അതിന് ഞാൻ ഒരുപാട് ആക്സസറീസ് എടുക്കുന്നില്ല. കുഞ്ഞുമക്കൊക്കെ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു കുഞ്ഞ് ഇയർ റിങ്സും അതുപോലെ തന്നെ നമ്മുടെ നെക്കിന് കിട്ടുന്ന ഒരു സീക്വൻസുള്ള ഒരു കയർ ടൈപ്പ് മാലയാണ് ഞാൻ എടുക്കാൻ നിൽക്കുന്നത്. അത് രണ്ടും നമുക്ക് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ അതിനിടയിൽ കുറച്ച് ജ്വല്ലറീസ് കൂടെ കാണാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടെ എത്തുമ്പോൾ ആദ്യം ഓർമ്മ വന്നത് ഗൈസ്, ആ മാല ഇങ്ങനെ ഓരോന്ന് നോക്കുന്നത് നമ്മുടെ മഞ്ചത്തായ ഫിലിമിൽ ആ ഒരു ഈ കാശിമാല, ഇത് മുല്ലമുട്ടുമാല, എൻ്റെ മറ്റേ ആ ഒരു സീനാണ് ഗൈസ് ഓർമ്മ വന്നത്. ഞാനും ഗോപി അത് പറഞ്ഞ് ചിരിക്കുകയായിരുന്നു ഉണ്ടായത് അതിൻ്റെ ഇടയിൽ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും തോന്നുന്നു. മാല കാണുമ്പോൾ ഇത് പതക്കം, ഇത് എൻ്റെ കാശിമാല ഇതാണോ എന്നെല്ലാം പറഞ്ഞ ആ ഒരു രംഗമില്ലേ, അത് അടിപൊളിയല്ലേ. ശരിക്കും നമുക്ക് അതാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഏകദേശം എല്ലാം എടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് പാക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ പാക്കിങ്ങിലേക്ക് കിടക്കുന്നുണ്ട്. ചേച്ചി എല്ലാം ഓരോന്നായിട്ട് എടുത്ത് വെക്കുവാണ്.
ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ലാസ്റ്റ് നമ്മുടെ ബില്ലിംഗ് സെഷനിലേക്കാണ്. അപ്പോൾ നമുക്ക് അഡ്രസ്സ് കാര്യങ്ങളെല്ലാം പ്രൂഫ് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇനി ഇതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഓക്കെയാണ്. നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ നമ്മുടെ കോസ്റ്റ്യൂംസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ ദേവൻ ആർട്സ് ഗൈസ്. ഇത്രയൊന്നല്ല, ഇതിനേക്കാൾ ഒരുപാടുണ്ട്. ഒരുപാട് വർഷത്തെ എന്താ പറയണ്ടേ, ഞാൻ എൻ്റെ ജനിക്കുമ്പോഴേ ഉള്ളതാണ് തോന്നുന്നു. ഞാൻ അതിൻ്റെ ആ സമയത്തൊന്നും എനിക്കിതിനെക്കുറിച്ച് അറിയില്ലല്ലോ. നമ്മുടെ ഏകദേശം നമ്മളുമായിട്ട് കളിക്കുന്ന ആ ഒരു ഇത്ര വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്താ പറയേണ്ടത്, നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് കോസ്റ്റ്യൂംസ് അങ്ങനെ നിങ്ങൾക്ക് ഡാൻസുമായി ബന്ധപ്പെട്ട എന്തിനും നിങ്ങൾക്ക് ദേവൻ ആർട്സിനെ സമീപിക്കാം. അപ്പോൾ നീലേശ്വരം ദേവൻ കോസ്റ്റ്യൂംസ് ആണ്. ഞാൻ വേണേൽ ഇതിൻ്റെ കൂടെ അവരുടെ നമ്പർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് നമ്മുടെ ബാബുവേട്ടനെ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. എന്തെങ്കിലും ആർട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ദേവൻ ആർട്സിനെ ബന്ധപ്പെടുക. നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിലാണുള്ളത്. ഓക്കെ, നർത്തകി കോസ്റ്റ്യൂംസ്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.